ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ദീവാൻ കോട്ടിന് ബോൾസ്റ്റർ പില്ലോ കവറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ പാറ്റേണാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പേപ്പറിൽ പാറ്റേൺ ചെയ്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി 37 ഇഞ്ചസാണ്, നീളം 30 ഇഞ്ചസ്. 2 ഇഞ്ചസിൻ്റെ ബോക്സാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 1 ഇഞ്ച് രണ്ട് സൈഡിലും താഴെയും മുകളിലും 1 ഇഞ്ച് സ്പേസ് വരണം. അവിടെ നമ്മൾക്ക് 9 ഇഞ്ചസാണ് കൊടുത്തിരിക്കുന്നത്. 2 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സാണ്. മിഡിൽ ഭാഗത്ത് 6 സെൻറ്റിമീറ്റർ. വീണ്ടും നമ്മൾക്ക് 5 ലൈൻ ബോക്സ് 2 സെൻറ്റിമീറ്ററിൻ്റെ വീണ്ടും 6 സെൻറ്റിമീറ്റർ സ്പേസ്. അങ്ങനെയാണ്. ഇപ്പം നമ്മൾക്ക് ആ ലൈന് 3 പാർട്ടുള്ളതിൽ 3ലെയും നമ്മൾ കോർണർ ടു കോർണർ വരയ്ക്കുന്നതും ലൈൻ വരയ്ക്കുന്നതും കറക്റ്റായിരിക്കണം, എങ്കിലേ നമ്മൾക്ക് പാറ്റേൺ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഓരോ കോളവും കറക്റ്റായിട്ടാണ്. ഇപ്പോൾ ഞാൻ ഒന്നായിട്ട് സ്കെയിൽ വെച്ചാണ് ഈ 3 പാർട്ടും വരച്ചത്. പിന്നെ ഒന്നിടവിട്ടുള്ള കോളങ്ങളിൽ നമ്മൾ ലൈൻ വരയ്ക്കണം. മിഡിൽ ഭാഗത്ത് 6 സെൻറ്റിമീറ്റർ 2.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ തുണിയിൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇത് കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ 2 സൈഡും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കുമ്പോൾ 2 ലൈനേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇത് ക്ലോത്തിൽ ഞാൻ ലൈൻ വരച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരയ്ക്കേണ്ടുന്നത്. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ 9 ഇഞ്ചസ് വീതമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ 10 ഇഞ്ചസാണ് എടുത്തത്. 1 ഇഞ്ച് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തത്. അങ്ങനെ 10 ഇഞ്ചസാണ്. ഇപ്പോൾ ഞാൻ നോർമൽ ചോക്ക് വെച്ചാണ് ഞാൻ ഇത് 2 സെൻറ്റിമീറ്ററിൻ്റെ മാർക്ക് ചെയ്യുന്നത്. അഥവാ നമുക്ക് തെറ്റിയാലും നമ്മൾക്കത് മാഞ്ഞു പോകുന്നതാണ്. പിന്നെ കറക്റ്റായിട്ട് വരയ്ക്കാം. മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാൻ മാത്രമാണ് ഞാൻ ആ പെൻസിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ അവിടെയും 2 സെൻറ്റിമീറ്റർ വീതം ആണ് നമുക്ക് മാർക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് ലൈൻ വരയ്ക്കാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ സെൻറ്ററിൽ നമ്മൾക്ക് അങ്ങനെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ലൈൻ വരച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് വീതിയാണ് കൂടുതൽ വരുന്നത്. വീതി 37 ഇഞ്ചസാണ്, നീളം 30 ആണ്. ഇപ്പോൾ വീതി കൂടുതൽ വന്നിരിക്കുന്ന അവിടെയാണ് നമ്മൾ 3 പാർട്ടായിട്ട് നമ്മൾ ലൈൻ വരച്ച് ബോക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് 3 പാർട്ടിലെ ലൈൻ ഒന്നായിട്ട് വരയ്ക്കാൻ പറ്റും.
അപ്പോൾ ഞാൻ ഈ സൂചിയാണ്, കുറച്ച് നീളമുള്ള സൂചിയാണ്. പിന്നെ ടൈലേഴ്സ് ചോക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലാസ് മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന പെൻസിലാണ്. ശേഷം നമ്മൾ 2 ഇഞ്ചസിൻ്റെ ബോക്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1.5 വിട്ട ഉള്ള കോളങ്ങളിലാണ് നമ്മൾക്ക് ലൈൻ വരയ്ക്കേണ്ടുന്നത്. ഫസ്റ്റ് ലൈൻ 2 കോളമാണ്. സെക്കൻഡ് വരുമ്പോൾ 3 കോളംസാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് ലൈൻ വരച്ചപ്പോൾ തെറ്റിയതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതേ വൈറ്റ് കളർ വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കൺഫ്യൂഷനാകും. അതുകൊണ്ട് വേറെ ഒരു കളർ വെച്ച്, ഇത് ടൈലേഴ്സ് ചോക്കാണ്, അത് വെച്ച് ലൈൻ കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അഥവാ അങ്ങനെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയാൽ, അപ്പോൾ 1.5 വിട്ടുള്ള ഓരോ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത ലൈന് അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റ് വരില്ല. ഒരു ലൈൻ 3 കോളം, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3, അങ്ങനെയാണ്. ഇപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഈ ലൈന് നമുക്ക് കറക്റ്റായിട്ടാണ് വരയ്ക്കേണ്ടുന്നത്. ഈ 3 ലൈനിലെയും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ബോക്സ് വരയ്ക്കുന്നതും അത് തന്നെ. കോർണർ ടു കോർണർ എല്ലാം കറക്റ്റായിട്ട് ഒരേ ലെവലിൽ വരണം. 1.5 വിട്ടുള്ള കോളങ്ങളിലാണ്. ഇപ്പം ഫസ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് കോളം കാലിയാണ്. പിന്നെ നെക്സ്റ്റ് അങ്ങനെയാണ്. അവിടെ 2 വരച്ചാൽ മതി. നെക്സ്റ്റ് 3 ബോക്സ്, നെക്സ്റ്റ് 2 ബോക്സ്, അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ വരച്ചത് ടേൺ ചെയ്ത് താഴ്വശത്ത് കൊണ്ടുവന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാനാണ്. നമുക്ക് താഴെ നിന്നാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് താഴത്തെ 2 ബോക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്തത് ആ 3 ബോക്സ് നമുക്ക് ഒന്നായിട്ടാണ് ചെയ്യുന്നത്, ഒരേ പ്രാവശ്യം. അപ്പം നമ്മൾ ഓരോ പാർട്ടും ഫുള്ളായിട്ട് താഴ്ന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് താഴെ 2 ബോക്സാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലോട്ട് സൂചി കുത്തി 2ഉം കൂടി ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിടണം. ഇപ്പോൾ നെക്സ്റ്റ് ബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നൂല് നമ്മൾ ഫ്രീ ആയിട്ട് നൂല് വിട്ടിരിക്കണം, ലൂസായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കുഷൻ ഇടുമ്പോൾ കവർ ചെറുതായിരിക്കും. അതുകൊണ്ട് അത്രയും നൂല് നെക്സ്റ്റ് ബോക്സ് ചെയ്യുന്നതിൻ്റെ അത്രയും ഡിസ്റ്റൻസിൽ നൂല് ലൂസായിട്ട് വിടണം. ഇപ്പോൾ ഈ പാറ്റേണിന് സെൻറ്ററിൽ മാത്രമേ ഇതിന് ഡിസൈൻ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ 10 ഇഞ്ചസ് നമ്മൾ വിട്ടിരിക്കുന്നത് നമ്മൾക്ക് സെൻറ്ററിൽ ബട്ടൺ ജോയിൻ ചെയ്ത് ബട്ടൺസ് വയ്ക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിതിൽ 9 ഇഞ്ചസേ മാർക്ക് എഴുതിയിട്ടുള്ളൂ. 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം. 2 സൈഡും 10 ഇഞ്ചസാണ്. ശേഷം 2 ഇഞ്ചസിൻ്റെ 5 ബോക്സ്, 2 ഇഞ്ചസിൻ്റെ 5 ലൈൻ ബോക്സാണ്. നെക്സ്റ്റ് നമ്മൾ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2.5 ഇഞ്ചസാണ്. നെക്സ്റ്റ് 2 സെൻറ്റിമീറ്ററിൻ്റെ 5 ലൈൻ, അങ്ങനെ 3 പാർട്ടായിട്ടാണ്. അപ്പോൾ നൂല് കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 നൂലെടുത്ത് അത് ഫോൾഡ് ചെയ്ത് അപ്പോഴും നമുക്ക് 4 കിട്ടും.
ഇങ്ങനെ ഓരോ ബോക്സും ചെയ്ത് മുകളിൽ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പാർട്ട് നമ്മൾ താഴെ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ അത്രയും നൂല് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കണം. നെക്സ്റ്റ് നമ്മൾ തയ്ക്കുമ്പോൾ ഒന്നായിട്ടിങ്ങനെ തയ്ച്ച് പോകുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ബോക്സ് തയ്ക്കുമ്പോൾ ഇത്തിരി ഉള്ളിലോട്ടായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ അടിയിൽ നിന്ന് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാം. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലെയിൻ കളറ് വേറെ തുണിയിൽ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയാണ് ഞാൻ സാറ്റൻ ക്ലോത്ത് വാങ്ങി ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഓരോ ബോക്സും ചെയ്ത് ഫസ്റ്റ് അവിടെ നമ്മൾക്ക് 3 ഉണ്ട്. 3 ബോക്സ് ചെയ്യണം. നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3, അങ്ങനെ ഒന്നിട്ടുള്ള എല്ലാ കോളങ്ങളിലും നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ട്, കോർണർ ടു കോർണർ. ഇതിപ്പോൾ ഞാൻ ഫുള്ള് 3 പാർട്ട് ബോക്സും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നമ്മൾക്ക് സെൻറ്ററിൽ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ കുഷന് വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത്. ഇത് നമുക്ക് ദീവാൻ കോട്ടിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇത് 21 ആണ്, സെൻറ്ററിലെ 21 ഇഞ്ചസാണ്. ഇപ്പോൾ വെട്ടെന്ന് പറയുന്നത് ഇതിന് 20 ഇഞ്ചസാണ് കുഷൻ്റെ. പിന്നെ നമ്മൾ ഈ സെൻറ്ററിൽ 20 ഇഞ്ചസ് വീതി, 21 ഇഞ്ചസ് നീളം. പിന്നെ സെൻറ്റർ പാർട്ടും കൂടി നമ്മൾ ഇതിൻ്റെ കൂടി കണക്കാക്കി വേണം നമ്മൾ അളവെടുക്കാൻ, മെഷർമെൻ്റ് എടുക്കാൻ. അപ്പോൾ സെൻറ്റർ ഭാഗം രണ്ടും കൂടി ചേർത്ത് വേണം, സെൻറ്ററിൻ്റെ ഭാഗത്ത് അവിടുന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടേപ്പ് വെച്ച്. അപ്പോൾ 3 ഇഞ്ച് 27 ഇഞ്ചസ് കാണും അപ്പോൾ ടോട്ടൽ നീളം. ഇതിപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഈ പാറ്റേൺ ഇങ്ങനെ 2 തരത്തിൽ ചെയ്യുന്നത് കാണിക്കുവാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഈ സെയിം പാറ്റേൺ വെച്ച് ഇതിപ്പം വേറെ ഒരു രീതിയിലാണ്, ഇത് ഫുള്ള് ഡിസൈൻ വരുന്നു നമുക്ക്. ഇതിൻ്റെ പാറ്റേണാണ് ഇനിയും കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് 5 പാർട്ട് ബോക്സാണുള്ളത്, 5 ലൈനാണ് ഓരോ പാർട്ടിലും. സെയിം പാറ്റേൺ തന്നെയാണ്, ഇത് 2 എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നീളമാണ് ഇതിന് കൂടുതൽ, ലെങ്ത് 38, വെഡ്ത്ത് 35 ആണ്. നീളം 38, വീതി 35. ഇപ്പോൾ താഴെയും മുകളിലും 4 ഇഞ്ചസ് വീതം വരണം നമ്മൾക്ക്. അവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് ബട്ടൺസ് വയ്ക്കുന്നത്. ശേഷം മിഡിൽ ഭാഗത്ത് 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, 2 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സാണ്. ശേഷം 2 സൈഡിലും നമ്മൾക്ക് 2.5 ഇഞ്ചസ് വീതം വരണം. അത് നമ്മൾക്ക് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാ 5 പാർട്ട് നോക്കുമ്പോൾ ഒരേ ലൈനിലാണ്. ഫസ്റ്റ് ലൈനിൽ 2 വരേ ഉള്ളൂ, സെക്കൻഡ് വരുമ്പോൾ 3 ആണ്. കറക്റ്റ് ലൈൻ എല്ലാം കറക്റ്റായിരിക്കണം 5 പാർട്സിലും. സെക്കൻഡ് നോക്കുമ്പോൾ വര ഓപ്പോസിറ്റാണ് വരയ്ക്കുന്നത്. നെക്സ്റ്റ് 2ൻ്റെ ലൈനാണ്, നെക്സ്റ്റ് അടുത്തത് 3യുടെ ലൈനാണ്. ഇപ്പം സെൻറ്ററിലെല്ലാം 6 സെൻറ്റിമീറ്റർ ആണ്, 2.5 ഇഞ്ചസ്. ശേഷം അവിടെ നമ്മൾക്ക് 2.5 ഇഞ്ചസാണ് നമുക്ക് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ തുണിയിൽ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് വിധം കാണിക്കുക. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ പാറ്റേൺ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ വരച്ചത് നോക്കി ജോയിൻ ചെയ്യാൻ പറ്റും തുണിയിൽ. അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2 ബോക്സിലാണ്. അതുപോലെ താഴെ എൻഡായതും അവസാനിച്ചിരിക്കുന്നത് 2 ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ അങ്ങനെയാണ്
കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ മറ്റേതുപോലെ തന്നെയാണ്. നമ്മൾ ബോക്സിൻ്റെ അളവ്, സെൻറ്ററിൽ സ്പേസ് വിടുന്നത് എല്ലാം ശേഷം നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ 38 ഇഞ്ചസ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻ വരും. 21 ഇഞ്ചസാണ് സെൻറ്ററിൻ്റെ കുഷൻ്റെ ലെങ്ത് നമ്മളെടുത്തത്. പിന്നെ നമ്മൾ എക്സ്ട്രാ തുണി ഇടുന്നുണ്ട് കോയിൻസ് വെക്കാനായിട്ട്. 4 ഇഞ്ചസ് നമ്മൾ എക്സ്ട്രാ വിടുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് രണ്ട് ഡബിൾ ഫോൾഡ് ചെയ്താണ് ഞാൻ സൈഡ് അടിച്ചിട്ടുള്ളത്. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം, എന്നിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ ഒന്നായിട്ട് ചെയ്തു വരുന്നത് കൊണ്ട് നെക്സ്റ്റ് ലൈൻ വരുമ്പോൾ നമുക്ക് ഇത്തിരി ഉള്ളിലോട്ട് ലൈൻ കാണാത്ത വിധമാവും. ഇപ്പം ഫുള്ള് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് 2 പ്രാവശ്യം മടക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. 4 സൈഡും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ എല്ലാ സൈഡും 4 സൈഡും 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമുക്ക് ആ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. നൂല് ഓടിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ 2 മടക്കിൻ്റെ ഉള്ളിൽ കൂടി സൂചി കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെയാണ് നമ്മൾക്ക് ഈ 2 സൈഡും കൂടി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ വീതം നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടാണ് നെക്സ്റ്റ് ലൈൻ കോളം വരയ്ക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡിസൈനാണ് നമ്മൾക്ക് ഇവിടെ ഇത് ജോയിൻ ചെയ്യുമ്പം കിട്ടേണ്ടത്. അത് 6 സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾക്ക് ഇപ്പം സെൻറ്ററിൽ നമ്മൾക്കൊരു കോയിൻ ബട്ടൺ വെക്കണം. അതിനുവേണ്ടി ഞാൻ ബട്ടൺസ് മേടിക്കാൻ കിട്ടും, പക്ഷേ ഞാൻ തൽക്കാലം ഇതാണ് യൂസ് ചെയ്തത്. ഒരു വിക്സിൻ്റെ അടപ്പാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതിനെ നൂല് ചുറ്റി ടൈറ്റ് ചെയ്ത് കെട്ടിടണം. ഇപ്പോൾ ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ വേറൊരു വിധം നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ വലിയ അളവിലും ചെയ്യാം, ചെറിയ അളവിലും ചെയ്യാം. ഇപ്പം ഞാനൊന്ന് ചെറുതായിട്ട് കുറച്ച് കോട്ടൺ വെച്ചിട്ടാണ്. ഇത് സിന്തറ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് നൂല് ചുറ്റി കെട്ടി ഇങ്ങനെ നമ്മൾക്ക് ആ സെൻറ്ററിൽ വെക്കാനെ കൊണ്ട് ഇങ്ങനെ ബട്ടൺസ് ചെയ്യാം. പിന്നെ ഇതൊരു പാക്കിംഗ് കേസാണ്. നമ്മൾ സാധനം വാങ്ങുമ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതിനൊരു റൗണ്ട് നമ്മൾക്ക് ഏതളവിൽ വേണോ അതിലൊരു റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് റൗണ്ട് വലുതായിട്ട് തന്നെ കോട്ടൺ കട്ട് ചെയ്തിട്ട് പൊതിഞ്ഞ് ശേഷം നമ്മൾ തുണിയിൽ വയ്ക്കുകയാണ്. വെച്ചിട്ട് ബാക്ക് സൈഡിൽ കൊണ്ടുവയ്ക്കണം. ശേഷം അത് നല്ല ടൈറ്റ് ചെയ്തിട്ട് കെട്ടിടണം. നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് 2 സൈഡും ഞാൻ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കത് ജോയിൻ ചെയ്യണം.
അപ്പോൾ ഈ രണ്ട് സൈഡിലെയും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സെൻറ്ററിൽ 6 സെൻറ്റിമീറ്റർ വിട്ടിരിക്കുന്ന ആ ഡിസൈൻ വരേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച് ആ ലൈൻ വരച്ചതിൻ്റെ നോക്കിയിട്ട് മുകളിലോട്ട് വരച്ച് നമുക്ക് ഒരേപോലെ ഡിസൈൻ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ അത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾക്ക് സെൻറ്ററിൽ കോയിൻസ് വെക്കാനാണ്. അത് നമ്മൾ ആ ജോയിൻ ചെയ്ത ആ വശത്തെ ഇപ്പുറത്തുനിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കുറച്ച് നൂല് വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ രണ്ടും കൂടെ പിടിച്ച് നമ്മൾക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിടാനാണ്. ശേഷം കുറേശ്ശെ നൂല് ഓടിച്ചുകൊണ്ട് പോകണം. നൂല് കുറേശ്ശെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകണം. ഇനി നമ്മൾക്ക് രണ്ട് സൈഡിലെയും കൂടെ നൂല് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലെയും കൂടെ നൂല് പിടിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് കെട്ടിടണം. ഇപ്പോൾ സെയിം പാറ്റേൺ വെച്ച് നമ്മൾ രണ്ട് ടൈപ്പിലാണ് ഞാൻ ചെയ്ത് കാണിച്ചത്. ഫസ്റ്റ് നമ്മൾക്ക് സെൻറ്റർ മാത്രമേ നമുക്ക് ആ ഡിസൈൻ വരുന്നുള്ളൂ. ഇത് നമ്മൾക്ക് ഫുള്ള് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സെൻറ്ററിൽ ആ ബട്ടൺസ് വയ്ക്കണം. ആ കെട്ടിയ വശം അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ ആ പ്ലേറ്റ് പിടിച്ച് ഞുറിഞ്ഞ് തയ്ച്ചതിൻ്റെ അതിലേക്കൂടെ ഒരു 3-4 ഞുറിവിൽ കൂടി സൂചി നൂലിട്ടതിന് ശേഷം പിന്നെ ആ ബട്ടണിൻ്റെ താഴ്വശത്ത് തുണിയിലും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്നത് ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഞുറിഞ്ഞ് വെച്ചതിൽ കൂടി നൂല് ഓടിച്ചതിന് ശേഷം സെൻറ്റർ പീസിൻ്റെ ബട്ടൺസിൻ്റെ അടിവശത്തെ കൂടി സൂചി കുത്തി അങ്ങനെയാണിത് ടൈറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ആ സെൻറ്റർ ഭാഗം ഫുള്ള് നമ്മൾക്ക് ഈ ഡിസൈൻ വരുന്നുണ്ട്. കോയിൻസ് ഉള്ള ഭാഗത്ത് നമ്മൾ 4.5 4.5 ഇഞ്ച് വിട്ടെടുത്താണ് നമ്മൾക്ക് ബട്ടൺസ് വയ്ക്കുന്നത്. 2.5 വെച്ചെടുത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് രണ്ട് സൈഡിലും ബട്ടൺസ് വയ്ക്കാതെ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾക്ക് കെട്ടിടാം ബട്ടൺസിന് പകരം. ഇത് ഞാൻ ഊളൻ ത്രെഡ് വെച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്ക് വാഷ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരു സൈഡ് ബട്ടൺസും ഒരു സൈഡ് നമ്മൾക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. താങ്ക് യു.